പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ കൂടുതൽ വിവരങ്ങളുമായി. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ ഭൂപരിഷ്കരണ നിയമമൊക്കെ അട്ടിമറിച്ച് വ്യാപകമായ ഭൂമി വിൽപ്പന എന്ന് നേരത്തെ പരാതി ഉയർന്നു. നമ്മളിപ്പോൾ കേട്ടതുപോലെ അതിന് പിന്നാലെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ ആളുകൾ ഗുരുതരമായ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ഒത്താശ എന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഓരോരുത്തരും. വിഷയത്തിൽ റവന്യൂ വകുപ്പ് ഇടപെട്ടിട്ടുണ്ടോ? എന്താണ് അട്ടപ്പാടിയിൽ നടക്കുന്നത് പ്രസാദ്? സതിലക്ഷ്മി, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപം തന്നെയാണ് നടക്കുന്നത്. ഈ വിഷയത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നിയമസഭയിൽ MK മുനീറാണ് ഈ വിഷയം നിയമസഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നിയമസഭയിൽ അട്ടപ്പാടിയിൽ വലിയ തോതിൽ ഈ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചുകൊണ്ട് ആധാരം നടക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിന് മറുപടിയായി രജിസ്ട്രേഷൻ വകുപ്പ് നൽകിയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ വിഭാഗത്തിൻ്റെ ഡെപ്യൂട്ടി IG-യെ ചുമതലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ അന്വേഷണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതായത് കഴിഞ്ഞ ഈ MK മുനീർ ഉന്നയിക്കുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള ആധാരങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അന്വേഷണങ്ങൾ നടക്കുന്നത്. അത് സർക്കാരിന് ഏറ്റെടുക്കേണ്ട മിച്ചഭൂമിയായി ഏറ്റെടുക്കേണ്ട ഭൂമിയാണെങ്കിൽ അത്തരം ആധാരങ്ങളെല്ലാം തന്നെ റദ്ദ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള നടപടികളോ അതിൻ്റെ പരിശോധനകൾ, പ്രാഥമികമായ അന്വേഷണം പോലും പൂർത്തിയായിട്ടില്ല. അപ്പോഴാണ് വീണ്ടും ഈ മൂപ്പിൽ നായരുടെ തണ്ടപ്പേരിലുള്ള ഈ ഭൂമി വിൽപ്പന വീണ്ടും സജീവമായി തന്നെ നടക്കുന്നത്. ഇത് ഈ മൂപ്പിൽ നായരുടെ കുടുംബാംഗങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അവർക്ക് കോടതിയുടെ അനുകൂല ഉത്തരവുണ്ട് എന്നുള്ളതാണ്. 1970-ലാണ് ഈ ഭൂപരിഷ്കരണ നിയമം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാകുന്നത്. അതിന് മുമ്പുള്ള ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവർ ഈ പറയുന്നത്. അതായത് അട്ടപ്പാടിയിൽ ഇപ്പോൾ ഇവർ ഈ പറയുന്ന സ്ഥലത്തിന് 2000 ഏക്കറോളം ഭൂമി 33 കുടുംബങ്ങൾക്ക് തുല്യമായി വീതം വെച്ച് നൽകാനുള്ള കോടതി ഉത്തരവുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതെല്ലാം തർക്കത്തിൽ നിൽക്കുന്നതാണ്. സർക്കാർ അതിനകത്ത് ഈ ഉത്തരവിനെതിരെ തന്നെ, അതായത് ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ലംഘിക്കാൻ സാധ്യതയുള്ള ഈ ഉത്തരവിനെതിരെ അത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൽ ആവശ്യമായ ഭൂമി മിച്ചഭൂമിയായി ഏറ്റെടുക്കേണ്ടത് അങ്ങനെയുള്ള നടപടികളിലൊക്കെ റവന്യൂ ചെയ്യേണ്ടതാണ്. പക്ഷേ അതൊന്നും തന്നെ റവന്യൂ വകുപ്പ് ചെയ്യുന്നില്ല എന്നത് മാത്രമല്ല, ഇവർക്ക് ഇത്തരത്തിൽ നിർബാധം ഈ ഭൂമി വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ അനുമതിയും അല്ലെങ്കിൽ അത് കണ്ണടച്ചുകൊണ്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ വകുപ്പും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു അന്വേഷണം അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഈ ഇത്തരം ആധാരങ്ങളുടെ അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണത്തിൽ എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കാൻ പോലും വരുന്നതിനും അതിൻ്റെ വസ്തുത അറിയുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അത്തരം ആധാരങ്ങളുടെ രജിസ്ട്രേഷൻ നടക്കുന്നു. താൽക്കാലികമായെങ്കിലും ഇതൊന്നും തന്നെ മരവിപ്പിച്ച് നിർത്താനുള്ള ഒരു നടപടിയും രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പും അതിലെ ഉദ്യോഗസ്ഥരും ഇവർക്ക് ആവശ്യമായുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇപ്പോൾ ഇന്നലെ മാത്രം നമ്മൾ ഇതിനകത്ത് കൗതുകമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സേതുലക്ഷ്മി, ഈ സബ് രജിസ്ട്രാർ ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അവധിയിലായിരിക്കുന്ന സമയത്താണ് ഇത്തരം ആധാരങ്ങൾ, അതായത് മണ്ണാർക്കാട് മൂപ്പിൽ നായരുടെ തണ്ടപ്പേരിലുള്ള ആധാരങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അത് ഒരു ദിവസം 19 ആധാരങ്ങൾ നടക്കാം, 20 ആധാരങ്ങൾ നടക്കാം. ഇന്നലെ മാത്രം 31 ആധാരങ്ങൾ അവിടെ അഗളി സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇത്തരത്തിൽ നടന്നു എന്നുള്ളതാണ്. മുമ്പ് അതായത് ഏപ്രിൽ 29-ന് 19 ആധാരങ്ങളാണ് ഈ മൂപ്പിൽ നായരുടെ തണ്ടപ്പേരുള്ള ആധാരങ്ങൾ നടന്നിട്ടുള്ളത്. മെയ് 2-ന് 22 ആധാരങ്ങൾ നടന്നു. ഇങ്ങനെ നിർബാധം ഇത് നടക്കുന്നു. ഒരാൾ പോലും ഇതിനെ ഒരു ഉദ്യോഗസ്ഥൻ പോലും കർശനമായ ഒരു നടപടിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അന്വേഷണം പൂർണ്ണമായും പ്രഹസനമായി മാറുന്നു. ഇത്തരത്തിൽ ഭൂപരിഷ്കരണ നിയമപ്രകാരം സർക്കാരിന് ലഭിക്കേണ്ട, സർക്കാർ കൃത്യമായ അതിനകത്ത് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് കടന്നുകൊണ്ട് ആവശ്യമായ ഭൂമി മിച്ചഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം അത് വിൽക്കാനുള്ള സഹായമാണ് സർക്കാർ എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കുന്നത്. യെസ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രസാദ് പറഞ്ഞതാണ് കറക്റ്റ്. കാരണം ഈ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഇത്രയും വലിയൊരു ഒത്താശയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു നടപടിയിലേക്കൊക്കെ പോകാത്തത്, അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരാരും എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. റവന്യൂ വകുപ്പിന് ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നത്. ഈ റവന്യൂ വകുപ്പൊക്കെ ഇടപെട്ടാണ് അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചത്. ആ അന്വേഷണത്തിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.